Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ശാസ്ത്രത്തിലുള്ള വസതിയിലാണ് സുരേഷ് ഗോപി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം തൃശ്ശൂർ വേണമായിരുന്നു. തൃശ്ശൂരിലേക്ക് കൊണ്ടുവരും എന്നാണ് കേൾക്കുന്നത്. കാരണം തൃശ്ശൂരിലെ ജനങ്ങളുടെ ആരവം നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. ലക്ഷക്കണക്കിന് ആളുകൾ ഇദ്ദേഹത്തിനെ അവിടെ കാത്തിരിക്കുകയാണ്. സുരേഷ് ഗോപിയും രാധികയും അദ്ദേഹത്തിന്റെ പത്തി രാധികയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. സുരേഷ് ഗോപി പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അല്ല ബൈറ്റോട് പറയുന്നതാണെന്ന് തോന്നണം. തൃശ്ശൂർ സംസാരിക്കാം എന്നോ പിന്നീട് സംസാരിക്കാം. കാര്യം ഇത് നേരത്തെ സംസാരിച്ച് അപകടം കാണാമെന്ന് എനിക്കദ്ദേഹം കാര്യം. ഓക്കെ, എന്തായാലും സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വളരെ സന്തോഷം ദിവസമാണ് ഇന്ന് ആ വീട്ടിൽ. കാര്യം എത്രയോ കാലമായി അദ്ദേഹം കാത്തിരുന്നൊരു കാര്യമാണ് തൃശ്ശൂർ എടുക്കുക എന്നുള്ളത്. അദ്ദേഹത്തെ പരിഗണിച്ചൊക്കെ ആൾക്കാർ പറഞ്ഞു അല്ലെ. അപ്പൊ അതിനെല്ലാം ഒരു അവസാനമായിട്ട് തന്നെ പരിഗണിച്ച ആളുകളോടൊക്കെ തന്നെ മധുരതരമായ പ്രതികാരം ചെയ്യുന്ന തരത്തിലേക്ക് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നു. തൃശ്ശൂരിനെ സജ്ജീകരിച്ച് ഒരുപക്ഷെ ഒരു കേന്ദ്രമന്ത്രി തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദി ഏറ്റവും പ്രോഗ്രം ചെയ്യുന്ന മലയാളി മന്ത്രിമാരിൽ ഒരാൾ സുരേഷ് ഗോപി തന്നെയാണ്. അദ്ദേഹം പറയാതെ പറയുന്നുണ്ടായിരുന്നു ഉണ്ടാക്കുമോ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനമായിരിക്കുന്നേ ഉള്ളൂ. ബിജെപി ആഘോഷമാണ്. തൃശ്ശൂരിലെ ബിജെപി ആഘോഷം തുടങ്ങി. ആഘോഷം തുടങ്ങിയതാണ് നമുക്കൊന്ന് ഘടിപ്പിക്കാം. വിജയം ഏകദേശം ഉറപ്പിച്ചിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഈ വിജയം നേരത്തെ പ്രതീക്ഷിച്ചതാണ്. ഈ വിജയത്തിൽ ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നത് എന്നെ വിജയിപ്പിച്ച ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ വളരെയേറെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായ എല്ലാ എക്സിറ്റ് പോളുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്കുണ്ടായ വിജയം ചരിത്ര വിജയമാണ്. ആ വിജയത്തിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നു. കേരളത്തിൽ തൃശ്ശൂരും അതുപോലെ തിരുവനന്തപുരത്തും കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവണത, ആ പ്രവണത ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത് കേരളത്തിന് അപകടകരമാണ്. അതിനെ കൂടി തരണം ചെയ്യത്തക്ക രീതിയിൽ ഇനി ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും വളരെ വലിയ വിജയം. കേരളത്തിലെ വിജയത്തെക്കാൾ ഞാൻ കൂടുതൽ കാണുന്നത് ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റമാണ്. അതൊരു വലിയ ഒരു മുന്നേറ്റമാണ്. ആ മുന്നേറ്റം ഇനിയും തടുത്തു നിർത്താൻ മോഡിക്ക് സാധിക്കില്ല. ഇവിടത്തെ ബിജെപിക്ക് സാധിക്കില്ല. വർഗീയ അജണ്ടകളെ തകർത്തുകൊണ്ട് മതേതരത്വ ശക്തികളുടെ മുന്നേറ്റമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തു നമുക്ക് കാണാൻ. ഭൂരിപക്ഷം കുറഞ്ഞുപോയോ? ഇനിയുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഇനിയും 4 റൗണ്ട് എണ്ണാനുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം ഉണ്ടാകില്ല. എല്ലാ സ്ഥലത്തും കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷത്തേക്കാൾ കുറവുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഭൂരിപക്ഷത്തേക്കാൾ ഇപ്പൊ നമ്മൾ കാണുന്നതിനേക്കാൾ ഭൂരിപക്ഷം പറഞ്ഞു. വോട്ട് ചെയ്തവരോടും പ്രവർത്തിച്ച മുഴുവൻ ജനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വിജയം എന്നിൽ കൂടുതൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുമെന്ന വാക്കാണ്. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വലിയ ഒരു വിജയമുണ്ടായി. അതൊരു തിളങ്ങുന്ന വിജയമാണ്.
ആ തിളങ്ങുന്ന വിജയത്തെക്കാൾ ദേശീയ തലത്തിലുണ്ടായ ഇന്ത്യ മുന്നണിയുടെ വിജയമാണ് കൂടുതൽ മുൻപുള്ളത്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയം മറ്റൊരു തലങ്ങളിലേക്ക് മാറുകയാണ്. 10 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ച് ഇന്ത്യയുടെ എല്ലാ മൂല്യങ്ങളെയും, ഭരണഘടനാ മൂല്യങ്ങളെയും, മതേതര ജനാധിപത്യ സങ്കല്പങ്ങളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോയ മോഡി ഭരണത്തിന്, വർഗീയ അജണ്ടയ്ക്ക് അറുതി വരുത്താൻ ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറായി എന്നതാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം. ശക്തനായ എതിരാളിയായിരുന്നു. അട്ടിമറി വിജയം സുരക്ഷിതമായിരുന്നു. രണ്ടാമതും ഒരു നിയമമണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ് എന്നെനിക്കറിയാം. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞാൻ പൂർണ്ണമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. വളരെ ചിട്ടയോടുകൂടിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ കഴിയുമെന്ന് സംബന്ധിക്കുന്നത് ഒരു പരാതിയും എനിക്കില്ല. കാര്യം ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോയിയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ MLA-മാരടക്കം നടത്തിയ ഒരു വലിയ കോർഡിനേഷൻ ഈ തെരഞ്ഞെടുപ്പിന്റെ എൻ്റെ ഘടകകക്ഷി നേതാക്കന്മാർ. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ ഉണ്ടായ ഒരു തിളങ്ങുന്ന വിജയമാണ്. ആ തിളങ്ങുന്ന വിജയത്തെക്കാൾ കൂടുതൽ മിന്നുന്ന ഒരു വിജയമാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടുള്ള ഒരു വിജയമാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായത്. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം പോലും 10 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്ന് പറയുന്ന നരേന്ദ്രമോദി പോലും ഏകദേശം 1 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോകുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പുതിയ മാറ്റത്തിന് തയ്യാറാകും. കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം, ഈ രാജ്യം ഭരിച്ച് വർഗീയ അജണ്ടയിലൂടെ മുന്നോട്ട് പോയി രാജ്യത്തിന്റെ മതേതരത്വ ജനാധിപത്യ സങ്കല്പങ്ങളെയും ഭരണഘടനയും ദുർബലപ്പെടുത്തി അധികാരത്തിന്റെ ഫാസിസത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോയ ഈ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ നിന്നുള്ള ഒരു മോചനം ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇനിയും ഇന്ത്യ മുന്നോട്ട് പോകുന്നത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പാതയിലൂടെ ആയിരിക്കുന്നത് സംശയമില്ല. ഏതായാലും ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വിലയിരുത്തണം. വളരെ സജീവമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിൽ UDF-നും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം സ്വാഭാവികമായും നമുക്ക് ഒന്നുകൂടി വിലയിരുത്തണം. അപ്രതീക്ഷിതമാണ്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല ഇവിടെ BJP-ക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയും. പക്ഷെ BJP-ക്ക് തുറന്ന അക്കൗണ്ടിന്റെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങൾ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും മുൻകരുതലും സ്വാഭാവികമായും കോൺഗ്രസും UDF ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.